ഹായ് നമസ്കാരം. ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ പക്ഷേ അതെന്തിനാ എന്ന് തിരിച്ചു ചോദിക്കാതെ നിങ്ങൾക്കൊരു സമാധാനമില്ലേ? എന്ത് കാര്യത്തിൻ്റെയും കാരണം അറിഞ്ഞേ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈയൊരു വിവരണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും സ്വന്തം അനുഭവം ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ? ഒരു നിയമം അതേപോലെ അങ്ങ് അനുസരിക്കാൻ കഴിയാതെ അതിന്റെ പിന്നിലെ കാരണം എന്താണെന്നറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ പലരും ഒരു ധിക്കാരിയായിട്ടൊക്കെ കണ്ടേക്കാം. പക്ഷേ സത്യമതല്ല. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. എപ്പോഴും കാര്യകാരണങ്ങൾ അറിയാനുള്ള ഈയൊരു അടങ്ങാത്ത ആഗ്രഹമുണ്ടല്ലോ, അതൊരു കുറവല്ല, മറിച്ച് ഉയർന്ന ചിന്താശേഷിയുടെയും ബുദ്ധിയുടെയും വളരെ വ്യക്തമായൊരു ലക്ഷണമാണ്. അതെങ്ങനെയാണെന്നല്ലേ? വാ, നമുക്ക് ഇതിന്റെ പിന്നിലെ സൈക്കോളജിയിലേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ നമ്മുടെ തലച്ചോറിന്റെ ഒരു ബേസിക് സ്വഭാവത്തിൽ തന്നെയുണ്ട്. ഒന്നാമത്തത് ബൗദ്ധികമായ ഒരു വിശപ്പ്, പിന്നെ രണ്ടാമത്തത് ആഴത്തിൽ ചിന്തിക്കാനുള്ള കഴിവ്. അതായത് സാധാരണ ആളുകൾക്ക് പഠനം എന്നൊക്കെ പറയുന്നത് ഒരു താൽക്കാലിക ഇഷ്ടം മാത്രമായിരിക്കും. പക്ഷേ ഉയർന്ന ബുദ്ധിയുള്ളൊരു മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം പോലെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹം. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങൾ വരെ പറയുന്നുണ്ട്, ഉയർന്ന ഐക്യമുള്ള ആളുകൾക്ക് എപ്പോഴും പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലായിരിക്കുമെന്ന്. ഇവിടെയാണ് ശരിക്കും ആ ഒരു പ്രധാന വ്യത്യാസം വരുന്നത്. എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് പുതിയ അറിവുകളെ ഒരു പുതിയ അവസരമായിട്ടാണ് കാണുന്നത്. പക്ഷേ മറ്റു ചിലർക്ക് അത് തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾക്കുള്ള ഒരു വെല്ലുവിളിയായിട്ടോ ഭീഷണിയായിട്ടോ തോന്നാം. അതുകൊണ്ടാണവർ ചോദ്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. നമ്മളാണെങ്കിലോ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെ നമുക്ക് നമ്മുടെ ഒരു മെന്റൽ മസിൽ എന്ന് തന്നെ പറയാം. അതായത് എന്തെങ്കിലും കേട്ട ഉടനെ ചാടി വീണ ഒരു നിഗമനത്തിലെത്തുന്നതിനു പകരം ഒന്ന് നിർത്തി കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാനും നമ്മുടെ സ്വന്തം തോന്നലുകളെപ്പോലും ചോദ്യം ചെയ്യാനുമുള്ള ഒരു കഴിവ്. വേറൊരാളൊരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഓട്ടോമാറ്റിക്കായി അതിന്റെ പിന്നിലെ ലോജിക് എന്താണെന്ന് ഇങ്ങനെ വിശകലനം ചെയ്യാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഴിവ് തന്നെയാണ് നിങ്ങളെ ഒരു അടിപൊളി പ്രോബ്ലം സോൾവറാക്കി മാറ്റുന്നത്. കാരണം വെറുതെ മുകളിൽ കാണുന്ന ഉത്തരങ്ങളിൽ നിങ്ങൾ തൃപ്തരാവില്ല. അതിനപ്പുറം എന്താണ് സത്യമെന്ന് കണ്ടെത്താൻ ഈ കഴിവ് നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ശരി, നമുക്ക് അടുത്ത രണ്ട് കിടിലൻ ഗുണങ്ങളിലേക്ക് പോകാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി ബലപ്പെടുത്തുന്നതാണ്. പലപ്പോഴും ഒരുപാട് ചിന്തിക്കാത്ത ആളുകൾക്ക് കാര്യങ്ങൾ ഒന്നുകിൽ കംപ്ലീറ്റ് ശരി അല്ലെങ്കിൽ കംപ്ലീറ്റ് തെറ്റ് എന്ന രീതിയിലായിരിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പക്ഷെ നിങ്ങൾക്കറിയാം, ജീവിതത്തിലെ മിക്ക കാര്യങ്ങളും അങ്ങനെയല്ല. ഒരുപാട് ഗ്രേ ഏരിയകളുണ്ട്. ഒരു വിഷയത്തിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാനും അതിലെ ചെറിയ കാര്യങ്ങൾ പോലും കണ്ടെത്താനും നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാന ടൂളാണ് എന്തുകൊണ്ട് എന്ന ചോദ്യം. ഈയൊരു ഗുണമുണ്ടല്ലോ, ഇതൊരു കുറവായിട്ട് ഒരിക്കലും കാണരുത്. ഇതൊരു ഭയങ്കര ശക്തിയാണ്. കാരണം തനിക്ക് എല്ലാം അറിയില്ല എന്നൊരു ബോധ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നതും പുതിയ അറിവുകൾ തേടി പോകുന്നതും. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ ജിജ്ഞാസയുടെ യഥാർത്ഥ എഞ്ചിൻ ഇതാണ്. ഇത് ഭയങ്കര രസകരമായൊരു സംഭവമാണ്. അതായത് തനിക്ക് എല്ലാം അറിയാം എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല എന്നതിന്റെ ലക്ഷണമാണെന്നാണ് ഈ ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റ് പറയുന്നത്. എന്നാൽ ബൗദ്ധികമായ വിനയമുള്ള ആളുകൾക്ക് തങ്ങളുടെ അറിവിന് ഒരു പരിധിയുണ്ട് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ബോധ്യമുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് അവസാനത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായൊരു കാരണത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ട് എന്ന് ചോദിക്കാനുള്ള നിങ്ങളുടെ ഈ അടങ്ങാത്ത ആഗ്രഹത്തിന് പിന്നിലെ ഏറ്റവും സൂക്ഷ്മമായൊരു കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം. ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഒരുപാട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരായിരിക്കും. നിങ്ങൾ ചുറ്റുപാടുകളിൽ നിന്ന് ഒരു ഡേറ്റ കളക്ടറെപ്പോലെ നിരന്തരം വിവരങ്ങൾ ശേഖരിക്കുകയാണ്. മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ വിട്ടുകളയുന്ന ചെറിയ കാര്യങ്ങളും അതിലെ പാറ്റേണുകളും യുക്തിയുമൊക്കെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും സംഭവിക്കുന്നത് ഇതാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന എന്തുകൊണ്ട് എന്ന ചോദ്യം വെറുതെ തോന്നുന്ന ഒന്നല്ല. നിങ്ങൾ ചുറ്റും നിരീക്ഷിച്ച് നിങ്ങളുടെ മനസ്സിലൊരു ലോജിക്കൽ ചിത്രം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിലെവിടെയെങ്കിലും ഒരു കഷ്ണം മിസ്സിംഗ് ആവുമ്പോൾ അല്ലെങ്കിൽ യോജിക്കാതെ വരുമ്പോഴാണ് ആ വിടവ് നികത്താൻ വേണ്ടി നിങ്ങൾ വളരെ കൃത്യമായി ആ ചോദ്യം ചോദിക്കുന്നത്, ആ പസിൽ പൂർത്തിയാക്കാൻ വേണ്ടി. ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിവെച്ചാൽ നിങ്ങൾ ആരാണെന്നതിൻ്റെ വളരെ വ്യക്തമായൊരു ചിത്രം നമുക്ക് കിട്ടും. നിങ്ങളുടെ ഈ എന്തുകൊണ്ട് എന്ന ചോദ്യം വെറുമൊരു ചോദ്യമല്ല. അത് നിങ്ങളുടെ ബൗദ്ധികമായ വിശപ്പിന്റെ അടയാളമാണ്. ആഴത്തിലുള്ള ചിന്തയുടെ, സങ്കീർണമായി ചിന്തിക്കാനുള്ള കഴിവിന്റെ, ബൗദ്ധികമായ വിനയത്തിന്റെ, പിന്നെ വളരെ ആക്റ്റീവായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിൻ്റെയുമെല്ലാം അടയാളമാണ്. ഈ 5 ഗുണങ്ങളും ചേരുമ്പോൾ അത് നിങ്ങളുടെ മാത്രമൊരു ബൗദ്ധിക കയ്യൊപ്പായി മാറുകയാണ്. അതുകൊണ്ട് അടുത്ത തവണ ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ
ആരെങ്കിലും നിങ്ങളെ ഒരു കുഴപ്പക്കാരനായി കണ്ടാൽ ഒരു തരി പോലും വിഷമിക്കേണ്ട. അതിൽ അഭിമാനിക്കുക. കാരണം അതൊരു കുറവല്ല, അത് നിങ്ങളുടെ ഒരു കോഗ്നിറ്റീവ് സൂപ്പർ പവറാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. അടുത്തതായി ഏത് പ്രധാനപ്പെട്ട എന്തുകൊണ്ട് ആണ് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഈ സൂപ്പർ പവർ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാമെന്നും ആലോചിക്കുക. നമുക്ക് വീണ്ടും കാണാം.